Good morning, students. നമുക്ക് ഇന്റഗ്രേഷനിലെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ ഓഫ് e raised to x into sec x into 1 plus tan x dx is equal to 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ ഇന്റഗ്രൽ ഓഫ് e raised to x sec x into 1 plus tan x dx ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഫോർമുല ഓർമ്മിക്കുക. ഏത് ഫോർമുല? d by dx of sec x. എന്താണ് d by dx of sec x? sec x tan x. sec x tan x. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് sec x tan x dx എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് sec x tan x dx എന്ന് പറഞ്ഞാൽ sec x ആണ്. sec x പ്ലസ് ഇനി തന്നിരിക്കുന്ന പ്രോബ്ലം നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. e raised to x sec x dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് e raised to x sec x tan x. ഇത് നമ്മൾ ഫസ്റ്റ് കോമൺ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ e raised to x sec x dx കിട്ടി പ്ലസ് e raised to x sec x tan x dx. ഇത് നമ്മൾ ചെയ്യാൻ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ അങ്ങനെ തന്നെ നിർത്തുകയാണ്. ഇന്റഗ്രൽ e raised to x dx അങ്ങനെ നിർത്തുന്നു പ്ലസ് ഇവിടെ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ e raised to sec x ഫസ്റ്റ് ഫംഗ്ഷൻ, sec x tan x സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ നമ്മൾ ഈ ഒരു ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sec x tan x. ഇന്റഗ്രൽ ഓഫ് sec x tan x എന്ന് പറഞ്ഞാൽ എന്താണ്? sec x. sec x tan x ന്റെ ഇന്റഗ്രൽ sec x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് e raised to x ന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to x. sec x tan x ന്റെ ഇന്റഗ്രൽ എന്താണ്? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. e raised to x sec x dx പ്ലസ് e raised to x into sec x മൈനസ് e raised to x into sec x. ഏത് ക്യാൻസൽ ചെയ്ത് പോകും? ഒന്നാമത്തെ മൂന്നാമത്തെ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? e raised to x. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ e raised to x into sec x plus c. ഓപ്ഷൻ ഏതാണ്? e raised to x into sec x plus c എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക. d by dx of sec x എന്ന് പറഞ്ഞാൽ എന്താണ്? d by dx of sec x എന്ന് പറഞ്ഞാൽ sec x tan x. അപ്പൊ ഇന്റഗ്രൽ ഓഫ് sec x tan x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് sec x tan x എന്ന് പറഞ്ഞാൽ sec x ആണ്. തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തിട്ട് ആദ്യത്തെ പാർട്ടിന് നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? ജനറൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? e raised to x sec x, e raised to x into ഈ sec x tan x നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രൽ എന്താണ്? sec x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ e raised to x ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അതുപോലെ sec x tan x ഇന്റഗ്രൽ എന്താണ്? sec x dx. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ e raised to x sec x dx ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ഇത് പ്ലസും മൈനസും ക്യാൻസൽ ചെയ്തു. നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? e raised to x sec x പ്ലസ്. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം. Integral of 1 by x plus root x dx. The options are option A log 1 plus root x plus c, B 2 log 1 minus root x plus c, C log 1 minus root x plus c, 2 log 1 plus
root x plus c 2 log x plus root x plus. ഇതാണ് ഇതിന്റെ ഓപ്ഷൻസ്. ഇതിലേത് ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് നോക്കാം. ഇവിടെ ഇന്റഗ്രൽ ഓഫ് 1/x plus root x dx ആണ്. നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. താഴെ നമുക്ക് x plus root x എന്ന് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 1/x plus root x dx ൽ x അങ്ങ് പുറത്തേക്ക് എടുക്കാം. x പുറത്തെടുത്താൽ നമുക്ക് ഇത് സംഭവിക്കും 1 പ്ലസ് അല്ലെ. ഇവിടെ ഈ റൂട്ട് എക്സ് പുറത്തെടുക്കും. റൂട്ട് എക്സ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. റൂട്ട് എക്സ് പുറത്തെടുത്താൽ ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് കിട്ടും? റൂട്ട് എക്സ് പ്ലസ് 1. അപ്പോ 1/x പ്ലസ് റൂട്ട് എക്സ് ഡി എക്സിൽ നിന്ന് ഞാൻ എന്താണ് പുറത്തെടുത്തത്? ഞാൻ പുറത്തെടുത്തത് റൂട്ട് എക്സ് ഞാൻ പുറത്തെടുത്തു. റൂട്ട് എക്സ് പുറത്തെടുത്തപ്പോ എക്സ് റൂട്ട് എക്സ് പുറത്തു പോകുന്ന ബാക്കി എന്തുണ്ടാവും? റൂട്ട് എക്സ് വരും. റൂട്ട് എക്സ് പ്ലസ് 1. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റൂട്ട് എക്സ് പ്ലസ് 1ന് പകരം ടി എന്ന് കൊടുക്കുന്നു. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മുമ്പ് ഞാൻ ഒരു ചെറിയ വേല ചെയ്തു. എന്ത് വേല ഞാൻ ചെയ്തത്? ഈ എക്സ് പ്ലസ് റൂട്ട് എക്സിൽ നിന്ന് റൂട്ട് എക്സ് ഞാൻ അങ്ങോട്ട് പുറത്തെടുത്തു. റൂട്ട് എക്സ് പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്ത് വരും? റൂട്ട് എക്സ് പ്ലസ് 1. ആ റൂട്ട് എക്സ് പ്ലസ് 1ന് ഞാൻ എന്ത് കൊടുത്തു? ടി എന്ന് കൊടുത്തു. ഇനി നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/2 റൂട്ട് എക്സ് ഡി എക്സ് പ്ലസ് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു dt. അപ്പോ 1/റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2dt. 1/റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2dt ആണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്ത് നോക്കാം? 1/റൂട്ട് എക്സ് ഡി എക്സിന് പകരം 2dt കൊടുക്കാം. അപ്പൊ നമുക്ക് 2dt ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 1ന് എന്ത് കൊടുക്കാം? t എന്ന് കൊടുക്കാം. അപ്പൊ 2 into 1/t യുടെ ഇന്റഗ്രേഷൻ എന്താണ്? 1/t യുടെ ഇന്റഗ്രേഷൻ log t, log modulus of t plus c. That is 2 log t എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എക്സ് പ്ലസ് 1 പ്ലസ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 2 log modulus of root x plus 1c. അത് ഇതിന്റെ ഏത് ആൻസർ ആണെന്ന് നോക്കിയേ. 2 log modulus of 1 plus root x plus c. ഓപ്ഷൻ D is the correct answer. ഇവിടെ ഓപ്ഷൻ D ആണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഇവിടെ നമ്മള് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തത്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ താഴെയുള്ള എക്സ് പ്ലസ് റൂട്ട് എക്സിൽ നിന്ന് ഞാൻ എന്താണ് പുറത്തെടുത്തത്? റൂട്ട് എക്സ് പുറത്തെടുത്തു. റൂട്ട് എക്സ് പുറത്തെടുത്തതിന് ശേഷം ഉള്ളിൽ വരുന്ന റൂട്ട് എക്സ് പ്ലസ് 1ന് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ റൂട്ട് എക്സ് പ്ലസ് 1ന് ടി എന്ന് കൊടുക്കുമ്പോൾ 1/2 റൂട്ട് എക്സ് ഡി എക്സ് എന്തായിട്ട് മാറും? dt ആയിട്ട് മാറും. അപ്പൊ 1/റൂട്ട് എക്സ് ഡി എക്സ് എന്തായിട്ട് മാറും? 2dt ആയിട്ട് മാറും. അപ്പൊ ടി റൂട്ട് ഫംഗ്ഷൻ കൺവെർട്ട് ആകുമ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഓഫ് 2dt ബൈ ടി വളരെ സിമ്പിൾ ഫംഗ്ഷൻ ആയിട്ട് മാറും. ഇന്റഗ്രൽ ഓഫ് 1/x dx നമുക്കറിയാം. ഇന്റഗ്രൽ ഓഫ് 1/x dx എന്താണ്? log x. 1/x dx log x ആണ്. 1/t dt എന്താണ്? 2 log modulus of t. t ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 log modulus of root x plus 1 plus c. ഓപ്ഷൻ D is the correct answer. നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. മൂന്നാമത്തെ പ്രോബ്ലം. ഇന്റഗ്രൽ ഓഫ് 6 square 5x minus 1 dx. 1/5 tan 5x minus 1 plus 5 tan 5x minus 1 plus 6. Option C, tan 5x minus 1 plus 6. Option D, cot 5x minus 1 plus 6.
ഓപ്ഷൻ ഇ 1/5 cot 5x minus 1. ഇങ്ങനെ 5 ഓപ്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്റഗ്രൽ ഓഫ് sec square 5x minus 1 dx. ഇതിന്റെ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇന്റഗ്രൽ ഓഫ് sec square 5x minus 1. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുന്നത് 5x minus 1 നമ്മൾ t എന്ന് കൊടുക്കാം. 5x minus 1 t എന്ന് കൊടുത്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5dx is equal to dt. തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തില് ഇന്റഗ്രൽ ഓഫ് sec square 5x minus 1 t എന്ന് കൊടുക്കുന്നു into dx ന് വരെ എന്ത് കൊടുക്കുന്നു? 1/5. 1/5 പുറത്തു വരുന്നു. ഇന്റഗ്രൽ ഓഫ് sec square t dt 1/5. d by dx of tan x എന്താണ്? d by dx of tan x എന്ന് പറഞ്ഞാൽ sec square x ആണ്. ഇന്റഗ്രൽ ഓഫ് sec square x എന്തായിരിക്കും? tan x ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? tan t. Therefore 1/5 tan t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5x minus 1 plus c. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 1/5 tan 5x minus 1 plus c. അതിന്റെ ആൻസർ ഏതാ നോക്കാം. 1/5 tan 5x minus 1 plus c എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ is the correct answer. ഓപ്ഷൻ എ ആണ് correct answer. അവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? 5x minus 1 ഞാൻ എന്ത് കൊടുത്തു? t എന്ന്. 5x minus 1 t കൊടുക്കുമ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5dx equal to dt എന്ന് കിട്ടും. അപ്പൊ dx എത്ര കിട്ടി? dt/5. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തെ ടിയിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ഫംഗ്ഷൻ ആയിട്ട് മാറുന്നു. കണ്ട 1/5 ഇന്റഗ്രൽ sec square t dt. sec square dt എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് sec square x നമുക്കറിയാം. ഇന്റഗ്രൽ ഓഫ് sec square x എന്താണ്? tan x ആണ്. അപ്പൊ 1/5 tan t. ടിക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു 5x minus 1. ഓപ്ഷൻ എ is the എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ.